അല്ല, നമ്മുടെ എൻ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്ച്വലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ ഉണ്ടായ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ റൂൾസും കോമ്പറ്റീഷനും ടീച്ചിങ് സ്റ്റൈലുമാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് അവർക്ക് ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ ഇതേപോലെ ഭയങ്കരമായിട്ട് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നതും അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ അവർക്ക് വേണ്ടത് ഒരു ലേബർ ഫോഴ്സിനായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് അതോറിറ്റി ഫോളോ ചെയ്യുന്നതും. പിന്നെ എനിക്ക് തോന്നുന്നു ടു എ പോയിന്റ് നമ്മൾ ഈ മാർക്ക് കൺസിസ്റ്റൻസിയാണ് ഇപ്പം നമ്മൾ കാശും കൺസിസ്റ്റൻസി. അതായത് എല്ലാ മാസവും നമ്മൾ ഇത്ര ഉണ്ടാക്കുന്നു, അടുത്ത മാസം നമ്മൾ കുറച്ചുകൂടെ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ട്രെയിനിങ് തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. അവരുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലീഡേഴ്സിനെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഫ്രീ തിങ്കിങ് ഒക്കെ മോശമാണ്, തർക്കുത്തരമാണ്, തിരിച്ചു പറയുന്നു അടി. അത് ഭാവിയിൽ നമ്മളൊരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ മാനേജറിന്റെ അടുത്ത് കുണയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചിലെ തൊട്ടുള്ള ട്രെയിനിങ് ആണ്. അതുകൊണ്ട് അതാണ് നമുക്ക് ലേബർ ഫോഴ്സിനെ ഉണ്ടാക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്, അല്ലാതെ ലീഡേഴ്സിനെ ഉണ്ടാക്കാനുള്ള മാറ്റുവിൻ ചട്ടങ്ങളെ.